വചനത്തിലേക്ക് കടക്കാമല്ലോ. ഇന്ന് രാത്രിയിൽ ന്യായാധിപന്മാരുടെ പുസ്തകം ആമേൻ 2-ാമത്തെ അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം. 2-ാമത്തെ അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം. നമ്മുടെ ചിന്താവിഷയം 14 മുതൽ 20 വരെയുള്ള വാക്യങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇന്ന് രാത്രിയിൽ അതിനകത്തുള്ള ഒരു ആമേൻ വാക്യം വായിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. 16-ാമത്തെ വാക്യം ഒന്ന് വായിച്ച് സ്തോത്രം. എന്നാൽ യഹോവ ന്യായാധിപന്മാരെ എഴുന്നേൽപ്പിച്ചു, അവർ കവർച്ചക്കാരുടെ കയ്യിൽ നിന്ന് അവരെ രക്ഷിച്ചു. ഇവിടെ നമ്മൾ വായിച്ച വാക്യം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്യമാണ്. നമ്മൾ ഇവിടുന്ന് രാത്രി വായിച്ചത്. ഇവിടെ ദൈവം ചിലരെ എഴുന്നേൽപ്പിക്കുകയാണ്. സ്തോത്രം. വചനം പറയുന്നു, അന്ത്യകാലത്തിൽ സകല ജഡത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും. പുത്രിമാരും പുത്രന്മാരും എന്ത് ചെയ്യും? അവർ പ്രവചിക്കാൻ പോകുകയാ. എന്നാൽ വൃതന്മാരെന്ത് ചെയ്യുമെന്നറിയാമോ? ദർശനങ്ങളെ കാണും, വെളിപ്പാടുകൾ കാണും, ദൂതുകൾ ഏറ്റെടുക്കും. ഇന്ന് രാത്രി ആമേൻ ചിലത് ഈ രാത്രിയിൽ ദൈവം ചിലതിന് വേണ്ടി തിരഞ്ഞെടുക്കുകയാണ്. സ്തോത്രം. ആമേൻ. ഒരു ദൈവത്തിൻ്റെ വലിയ നിയോഗം ഇതിനകത്തുനിന്ന് രാത്രി വെളിപ്പെടട്ടെ. ഇവിടെ വായിക്കുന്നത്, എന്നാൽ യഹോവ ന്യായാധിപന്മാരെ എഴുന്നേൽപ്പിച്ചു. സ്തോത്രം. ആമേൻ. എന്നാൽ പ്രവാചകനായിരിക്കുന്ന യെശയ്യാവ് പറയുന്നു, ഇങ്ങനെ ചടഞ്ഞുകൂടി ഇരുന്നാൽ പോരാ, രാവിലെ മുതൽ വൈകുന്നേരം വരെ ചിന്തിച്ചിരുന്നാൽ പോരാ. ആമേൻ. ഒരു എഴുന്നേൽപ്പ് നിനക്ക് വേണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു എഴുന്നേറ്റ് ഒന്ന് എന്ത് ചെയ്യണം? ആമേൻ. പ്രകാശിക്കണം. ഇരുന്നത് മതി. നീ ഇന്ന് രാത്രി എഴുന്നേൽക്കണം. നോക്കിക്കേ, ഈ എഴുന്നേൽപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതല്ല, വലിയ എഴുന്നേൽപ്പ. ആമേൻ. അടുത്ത ദൂത് പറയുന്നത്, അവർ എന്ത് ചെയ്യുന്നറിയാമോ? കവർച്ചക്കാരുടെ കയ്യിൽ നിന്ന് അവരെന്ത് ചെയ്തു? രക്ഷിച്ചു. ചെറിയ ആൾക്കാരല്ല രക്ഷിച്ചത്. യഹൂദാ ജനം അല്ലെങ്കിൽ ഇസ്രായേൽ ജനം ദൈവത്തിൻ്റെ പ്രവൃത്തി കണ്ടവരാ, ദൈവത്തിൻ്റെ രക്ഷ അനുഭവിച്ചവരാ. ഒരു ദൂത് പറയട്ടെ, നമുക്കൊരു രക്ഷകനുണ്ടല്ലേ? ഇല്ലേ? രക്ഷകനില്ലേ? ഉണ്ട്. അദ്ദേഹം നമുക്കൊരു ഐഡൻറ്റിറ്റി തന്നിട്ടുണ്ട്. ഉണ്ടോ? ഉണ്ട്. അതാണ് പരിശുദ്ധാത്മാവ്. പ്രൈസ് ദി ലോർഡ്. അതാണ് നമ്മുടെ ഐഡൻറ്റിറ്റി. സ്തോത്രം. മറന്നു പോകരുത്. ആ രക്ഷകൻ നോക്കിക്കുക. ഒരു ജോലി സ്ഥലത്തേക്ക് നമ്മൾ പോകുമ്പോൾ, ഒരു ജോലിക്ക് പോകുമ്പോൾ അതിൻ്റെതായ നിയമങ്ങളുണ്ട്. ആമേൻ. കണ്ടില്ലേ? റോഡ് കഴുത്തിൽ ഒരു ID കാർഡും കെടുത്തൂക്കി നടക്കുന്നുണ്ടില്ലേ? സ്തോത്രം. അത് ഏതൊരു ജോലിക്കും അതിൻ്റെതായ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തേണ്ടതായുണ്ട്. സ്തോത്രം. ആമേൻ. ചിലർ കഴുത്തിൽ കെട്ടിത്തൂക്കിട്ട് നടക്കും, ചിലർ അതിനെ കഴുത്തിലെടുത്തിട്ട് അകത്തോട്ടിടും, ചിലർ ബെൽറ്റിൽ കെട്ടിയിട്ടിരിക്കും, ചിലർ പേഴ്സിനകത്ത് വെച്ചിരിക്കും. ആമേൻ. വീട്ടിൽ വയ്ക്കാൻ കഴിയത്തില്ല. സ്തോത്രം. ആമേൻ. ഒരു കാര്യമുണ്ട് കേട്ടോ, ഈ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ നയിക്കുന്ന ഒരു ഉന്നതനുണ്ട്. ഈ ഐഡൻറ്റിറ്റി വെറുതെ കിട്ടുന്നതല്ല. ആമേൻ. ഇതിനകത്ത് എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അതിനെ പരിഹരിച്ചു കൊണ്ടുപോകുവാൻ ഒരു അത്യുന്നതൻ, ഒരു അധ്യക്ഷൻ, ഒരു പ്രിൻസിപ്പിൾ ഇതിനകത്തുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ കെസിക്ക് ID കാർഡുണ്ട്. സിയോൻ ഫുൾ ഗോസ്പൽ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേരിൽ. ആമേൻ. നമ്മുടെ ചർച്ചിൻ്റെ പേരിലൊരു ID കാർഡ് ആമേൻ കെസിക്കുണ്ട്. കാരണം പരസ്യമൊക്കെ പ്രസംഗിക്കുന്നതുകൊണ്ട്, അത് ശുശ്രൂഷ അതുള്ളത് കൊണ്ട് എവിടെ പോയി കാണിച്ചാലും ആദ്യം കാണുന്നത് സിയോൻ ഫുൾ ഗോസ്പൽ മിഷൻസ് ഓഫ് ഇന്ത്യ എന്ന പ്രസ്ഥാനമാണ്. അതെന്നാണോ അത് ജനിച്ചത്, അത് മുതലുള്ളത് ഐഡൻറ്റിറ്റി അതിനകത്തുണ്ട്. ആമേൻ. ഏത് രാജ്യത്ത് പോയി കണ്ടാലും അവിടെ ഇരുന്ന് അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ സിയോൻ ഫുൾ ഗോസ്പൽ മിഷൻസ് ഓഫ് ഇന്ത്യ എന്ന ഒരു ഐഡൻറ്റിറ്റി വെളിപ്പെടും. അതിൻ്റെ കീഴിൽ നിൽക്കുന്നവർ. അപ്പോൾ ഇവരെ ഭരിക്കാൻ ഒരാൾ വേണ്ടേ? അതിനെ എഴുന്നേൽപ്പിച്ചത്. ആമേൻ. ഒന്ന്, ഇവരെ ഭരിക്കാൻ ഒരുത്തനെ എഴുന്നേൽപ്പിച്ചു ദൈവം. ഇന്ന് രാത്രി പ്രൈസ് ദി ലോർഡ്, നിന്നെ എന്നെ ഭരിക്കാൻ ഒരു ദൈവം ന്യായാധിപന്മാരെ എഴുന്നേൽപ്പിച്ചു. അതാണ് നമ്മുടെ സഭയിലെ ഇടയന്മാർ. ഹല്ലേലൂയ. അവരെ ദൈവം നമുക്ക് വേണ്ടി ഇന്ന് രാത്രി എഴുന്നേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ഒരുത്തൻ അവരെ നിയോഗത്തോടെ ഭരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി നോക്കിക്കേ, അങ്ങനെ ഒരു ഐഡൻറ്റിറ്റി നമുക്കുണ്ടെങ്കിൽ ഇന്ന് രാത്രി വിളിച്ചു പറ, നമ്മൾ ആരെന്നറിയാമോ? ഭാഗ്യവാന്മാർ. സ്തോത്രം.
ഹല്ലേലൂയ. നമ്മൾ ഭാഗ്യവാന്മാരാ ദൈവകുഞ്ഞെ, നമ്മൾ ഭാഗ്യവാന്മാരാ. സ്തോത്രം. എനിക്ക് 12 ഐഡന്റിറ്റി, ഒന്ന് രണ്ടോ അല്ല, 12 ഐഡന്റിറ്റി ഉണ്ട് എനിക്ക്. സ്തോത്രം. 1 2 അല്ല കേട്ടോ. കാരണം എവിടെ ഗ്രാജുവേഷൻ, അതിൻ്റെ മേലിൽ ഓർഡിനേഷൻ, അതിൻ്റെ മേലുള്ള ഒരു ഐഡന്റിറ്റി കാർഡ്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. എന്ന് പറഞ്ഞ് അതിനെ ദുരുപയോഗം ചെയ്യാതെ ദൈവം തരുന്ന പക്ഷം ദൈവത്തിൻ്റെ ആളത്വത്തിൻ്റെ അകത്തളങ്ങളിൽ, ആമേൻ, സ്തോത്രം, ഒരു ഐഡന്റിറ്റി എത്ര വർഷം എന്നറിയാമോ? അറിയാന്നുള്ളവർ പറഞ്ഞേ. ആമേൻ. നമ്മുടെ അക്ഷയയിൽ വർക്ക് ചെയ്ത് നമ്മുടെ ആമേൻ ലിൻഡ പറഞ്ഞേ, ഐഡന്റിറ്റി എത്ര വർഷമാ മോളെ? പറഞ്ഞേ. ഒരു ഐഡന്റിറ്റി കാർഡ് എത്ര വർഷമാ ഒരു സ്ഥാപനത്തിൽ? അൻപുട്ടി ഇത് പറഞ്ഞോ, കുഴപ്പമില്ല, പറഞ്ഞോ. നാളെ തൊട്ട് പോകരുത്. സ്തോത്രം. അടുത്ത ആർക്ക് പറയാൻ പറ്റും? ഐഡന്റിറ്റി എത്ര വർഷമാ? പറഞ്ഞേ. 10 വർഷം. 10 വർഷം. അത് എനിക്ക് ഏതെന്ന് പറയണേ. അടുത്ത് പ്രൊഫസർ പറ. അത് അടച്ചു വെച്ചിട്ട് പറയാണ്. പറഞ്ഞേ. ഒരു ദൂത് പറയാനാ. അതൊന്ന് ഓപ്പൺ ചെയ്ത് പറ. അഡ്മിറ്റ് പറ. അറിയില്ല. അപ്പൊ പിന്നെ വേറെ ചോദ്യമില്ലല്ലോ. സിസ്റ്ററെ, കഴുത്തി കെട്ടിയിട്ടേക്കുന്ന വള്ളിക്ക് എത്ര വർഷമുണ്ട് ഐഡന്റിറ്റിക്ക്? നോക്കിയിട്ടില്ല. എൻ്റെ ദൈവമേ, നിങ്ങൾ എന്തിനാ തൂക്കി കിടക്കുന്നത്? സ്തോത്രം. ദൈവകുഞ്ഞെ, ഓരോന്നിനും ഓരോ ഐഡന്റിറ്റിയാ. ഒന്ന്, ആമേൻ, സ്തോത്രം, ആമേൻ, ഒരു സ്ഥാപനത്തിൽ വിദേശത്ത് പോകുന്ന ഒരാളിന് ഒരു ഐഡന്റിറ്റി കാർഡ് കിട്ടും. അക്കാമ എന്ന് പറയും. അതിൻ്റെ കാർഡിൻ്റെ, ആമേൻ, സ്തോത്രം, അതിൻ്റെ വാലിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2026 കയറിയാൽ 28 അതേ ഫെബ്രുവരി മാസം 6-ാം തീയതി വൈകിട്ട് ആകുമ്പോൾ അത് തീരും. 2 വർഷം. സ്തോത്രം. സിയോൺ ഫോൾ ഗ്ലോബൽ ഗോസ്പൽ മിനിസ്ട്രീസ് ഓഫ് ഇന്ത്യ എന്ന ഈ പ്രസ്ഥാനത്തിനകത്ത് 1 വർഷം. അപ്പോൾ ഐഡന്റിറ്റി കാർഡ് ഇനി എന്ത് ചെയ്യണം? കേസ് പുതുക്കണം. നോക്കൂ, ആധാർ കാർഡ് എത്ര വർഷം എന്നറിയാമോ? നമ്മുടെ കയ്യിലുള്ള ആധാർ കാർഡ്, അതാ അവിടെ പറഞ്ഞ 10 വർഷം. സ്തോത്രം. ശ്രദ്ധിക്കണം. നമ്മുടെ ലൈസൻസ് എത്ര വർഷം എന്നറിയാമോ? നമ്മുടെ ലൈസൻസ് 10 വർഷം. നമ്മുടെ പാസ്പോർട്ട് 10 വർഷം. ഹല്ലേലൂയ. എല്ലാത്തിനും ഒരു ആമേൻ ഐഡന്റിറ്റിക്ക് അതിനകത്ത് എക്സ്പയറിംഗ് ഡേറ്റ് ഉണ്ട്. മറന്നു പോകരുത്. മറന്നുപോ. നിങ്ങളെല്ലാം ചെക്ക് ചെയ്യണമെന്ന് രാത്രി. ലൈസൻസ് 10 വർഷം. ആമേൻ. ഇനി അങ്ങോട്ട് പുതുക്കുമ്പോൾ 5 വർഷത്തേക്ക് പുതുക്കത്തുള്ളൂ. കാരണം പ്രായമായി വരെയല്ലേ. സ്തോത്രം. ഒരു സിം കാർഡിന് എത്ര വർഷം എന്നറിയാമോ? ഹല്ലേലൂയ. നിങ്ങളൊരു 3 മാസം ഉപയോഗിക്കാതിരുന്ന് നോക്കിക്കേ, അത് ഓട്ടോമാറ്റിക് കട്ടാകും. അങ്ങനെയെങ്കിൽ ഈ രക്ഷകൻ നമുക്ക് തന്ന ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ ഏറിയാൽ 70, ഇല്ലെങ്കിൽ 80. ഹല്ലേലൂയ. എന്നാൽ ആമേൻ, സ്തോത്രം, വേദപുസ്തകം പറയുന്നത്, ആമേൻ, സ്തോത്രം, 1 വർഷം കൂടി പറ നിൽക്കട്ടെ, മേലാൽ ഫലം കാച്ചില്ലെങ്കിൽ വെട്ടിക്കളയാം. അപ്പോൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിൽ നിൽക്കുന്ന ഒരു ദൈവ പൈതലിന്റെ ഐഡന്റിറ്റി 1 വർഷം. അതാണ് എല്ലാ സഭയ്ക്കകത്തും. എൻ്റെ കാർഡൊക്കെ എക്സ്പയർ ആയിപ്പോയി. സ്തോത്രം. ഞാൻ അതിന്റെ പുറകെ പോകാത്തതുകൊണ്ട് അതല്ലേ എക്സ്പയർ ആയിപ്പോയി. ഞാൻ പറയുന്ന കാര്യം മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് രാത്രി ഒരു രക്ഷകൻ നമുക്ക് ഉണ്ട്. ആ രക്ഷകനൊരു പദ്ധതിയുണ്ട്. ചിലത് നിന്നിൽ കൂടെ വെളിപ്പെടുത്തി പുറത്തു കൊണ്ടുവരാൻ, ചില ഐഡന്റിറ്റി നിന്നിൽ വെളിപ്പെടുത്തുവാൻ, ദേശത്ത് നിന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുവാൻ, നീ നിൽക്കുന്ന പ്രദേശത്ത് നിന്നെ ഒന്ന് വെളിപ്പെടുത്തുവാൻ, നീ നിൽക്കുന്ന രാജ്യത്ത് ഇങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ട് എന്ന് വെളിപ്പെടുത്തുവാൻ, ഇത്ര വർഷം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് വെളിപ്പെടുത്തുന്ന ഒരു ഐഡന്റിറ്റി ഇന്ന് രാത്രി പ്രാപിച്ചെടുത്ത് ഇവിടെ നിന്ന് മടങ്ങ്. അതായത് ഇവിടെ പറയുന്നത്, ഒരു രക്ഷകനെ ഇന്ന് രാത്രി നമുക്ക് സ്തോത്രം അതിശക്തമായി നമ്മുടെ മേൽ അധികാരം സ്ഥാപിക്കാൻ ഒരു രക്ഷകനെ ദൈവം എഴുന്നേൽപ്പിക്കുന്നു. അതാണ് കർത്താവായ യേശു ക്രിസ്തു ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു, നിനക്ക് ഒരു ഐഡന്റിറ്റി ഉണ്ട്. ഏറിയാൽ 1 വർഷം, ഇല്ലെങ്കിൽ മേലാൽ ഫലം കാച്ചില്ലെങ്കിൽ അതിനെ വെട്ടിക്കളയാനുള്ള അധികാരം കർത്താവ്
കർത്താവിന് ഇന്ന് രാത്രി ഉണ്ട് എന്നുള്ള കാര്യം മറന്നു പോകരുത്. 2026 കയറിയത് നമ്മുടെ മിടുക്കല്ല കേട്ടോ. ദൈവം പറഞ്ഞു പിതാക്കന്മാർ മധ്യസ്ഥ കർത്താവ് 1 വർഷം കൂടെ നിൽക്കട്ടെ, മേലാൽ ഇത് കാച്ചില്ലെങ്കിൽ വെട്ടിക്കളയാമെന്ന് മുടങ്കാൽ പൊടി പല അഭിഷക്തന്മാരും നെടുമ്പാടെ വീണ് കരഞ്ഞ് പലരെയും ഇതിനകത്ത് ഉറപ്പിച്ച് നിർത്തിയതിന്റെ കാര്യം വിശ്വസ്തയോടെ നിൽക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ വായിച്ചത് കണ്ടോ, എന്നാൽ യഹോവ ന്യായാധിപന്മാരെ എഴുന്നേൽപ്പിച്ചു. സ്തോത്രം. ആമേൻ. നമുക്കറിയാം ഒരു ദൗത്യം നമ്മുടെ മേൽ ദൈവം വച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ന് രാത്രി ആമേൻ, ദൈവകുഞ്ഞെ, നിന്റെ മേൽ ഒരു ദൗത്യം ഇന്ന് രാത്രി കർത്താവ് വച്ചിട്ടുണ്ട്. അതിന്ന് രാത്രി ഒന്ന് എഴുന്നേൽപ്പിച്ച് വെറുതെ നിർത്താൻ വേണ്ടിയല്ല, പുറപ്പെടലിന്റെ രാത്രിയാ. സ്തോത്രം. ഹല്ലേലൂയ. എയർപോർട്ടിലേക്ക് ചെല്ലുമ്പോൾ ആമേൻ ആഗമനമുണ്ട്, ആമേൻ പുറപ്പെടലുണ്ട്. തിരിച്ച് ആമേൻ വെളിയിലേക്ക് ഇറങ്ങുന്ന, പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു സ്ഥലവും അകത്തേക്ക് പോകുന്ന ഒരു സ്ഥലവും. ആമേൻ 2 വാതിലുണ്ട്. ഇന്ന് രാത്രി അകത്തേക്ക് പോകുന്ന ഒരു വ്യക്തി തിരിച്ച് പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ ആമേൻ 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്ന്, അവന്റെ കയ്യിരിക്കുന്ന പേപ്പറുകൾ ഐഡന്റിറ്റി കറക്റ്റ് ആയിരിക്കണം. 2, ആമേൻ അവൻ അകത്തേക്ക് ഫ്ലൈറ്റിൽ കയറി കഴിഞ്ഞാൽ ആമേൻ സ്തോത്രം പോയ രാജ്യത്ത് നിന്ന് 2 വർഷമാണെങ്കിൽ അങ്ങനെ തിരിച്ചു മടങ്ങി വരാൻ പറ്റൂ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ദൈവം നമുക്ക് തന്നിരിക്കുന്ന ചില ഐഡന്റിറ്റി ഇന്ന് രാത്രി ചിലതിന് വേണ്ടി ദൈവം നമ്മെ പുറത്തു കൊണ്ടുവരുന്ന ദൈവത്തിന്റെ ശുശ്രൂഷയിൽ ശക്തമായി നിൽക്കുവാൻ വേണ്ടി ദൈവം നമ്മെ അതിനുവേണ്ടി വിളിച്ച് നിർത്തിയിരിക്കുകയാണ്. സ്തോത്രം. ഒരു വാക്യം കൂടെ നമുക്ക് കയറി വായിക്കാമോ? ആമേൻ സ്തോത്രം. 3-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 9-ാമത്തെ വാക്യം, 3-ന്റെ ആമേൻ 9-ാമത്തെ വാക്യവും അതിന്റെ 15-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിക്കാമോ? ന്യായാധിപന്മാരുടെ പുസ്തകം 3-ാമത്തെ അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യവും അതിന്റെ 15-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിക്കാമോ? വായിച്ചു. എന്നാൽ ഇസ്രായേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചപ്പോൾ യഹോവ കാലേബിന്റെ അനുജനായ കെനസിന്റെ മകൻ ഒത്നിയേലിനെ ഇസ്രായേൽ മക്കൾക്ക് രക്ഷകനായി എഴുന്നേൽപ്പിച്ചു. ഇസ്രായേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചപ്പോൾ യഹോവ അവർക്ക് ബെന്യാമീനായ ഗരയുടെ മകനായി ഇടംകയ്യനായ യേഹൂദിനെ രക്ഷകനായി എഴുന്നേൽപ്പിച്ചു. അവന്റെ കൈവശം ഇസ്രായേൽ മക്കൾ മോവാബ് രാജാവായ എഗ്ലോന് കാഴ്ച കൊടുത്തയച്ചു. കണ്ടോ, ദൈവം കാലഘട്ടങ്ങൾക്കപ്പുറം രക്ഷകനായി പലരെയും ദൈവം എണീപ്പിച്ചിട്ടുണ്ട്. വെറുതെ അല്ല കേട്ടോ. ആത്മാവിൽ അഭിഷേകത്തോടുകൂടെ ചിലരെ ദൈവം അതിനുവേണ്ടി ശുശ്രൂഷയ്ക്ക് വേണ്ടി എഴുതിച്ചിട്ടുണ്ട്. അത് ഇന്ന് രാത്രിയുടെ പുറകെയാണ്. യഹോവയോട് നിലവിളിച്ചപ്പോൾ ദൈവം ചിലരെ ഇന്ന് രാത്രി നിനക്ക് വേണ്ടി, നിന്റെ ആത്മീക ഭൗതിക മണ്ഡലത്തിന് വേണ്ടി ദൈവം ചിലരെ ഇന്ന് രാത്രി എഴുന്നേൽപ്പിക്കാൻ പോകുകയാ. ചുറ്റുപാടെന്നല്ല കേട്ടോ, നിന്റെ കുടുംബത്തിനകത്ത് നിന്ന്, നിന്റെ രക്തബന്ധത്തിനകത്ത് നിന്ന് ദൈവം ചിലരെ ദൈവത്തിന്റെ കമനീയമായ ശുശ്രൂഷ ഏൽപ്പിക്കുവാൻ ചിലർക്ക് വേണ്ടി ദൈവം ഇന്ന് രാത്രി ഒരു രാജ്യത്തിന് വേണ്ടി, ഒരു പട്ടണത്തിന് വേണ്ടി, ഒരു സഭയ്ക്ക് വേണ്ടി, ഇസ്രായേലിലെ ജനത്തിന് വേണ്ടി, അവരുടെ തലമുറയ്ക്ക് വേണ്ടി, അവരുടെ യാഗപീഠങ്ങൾക്ക് വേണ്ടി, അവരുടെ ശുശ്രൂഷകൾക്ക് വേണ്ടി ദൈവം ചിലരെ അതിനകത്ത് നിന്ന് എണീപ്പിച്ച് ദൈവത്തിന്റെ അഭിഷേകം അവരുടെ മേൽ പകരപ്പെടുകയാ. ഇന്ന് രാത്രി ദൈവമൈതലേ, ദൈവം നമ്മെ എണീപ്പിക്കുമ്പോൾ പിന്നെ ഈ ചടഞ്ഞു കൂടി ഇരിക്കാൻ വേണ്ടിയല്ല കർത്താവ് നമ്മെ ഏൽപ്പിക്കുന്നത്. അത് ശക്തമായി ചെയ്തെടുക്കുവാൻ, അത് തീഷ്ണതയോടുകൂടി ദൈവത്തിന്റെ രാജ്യത്തിന്റെ വ്യാപ്തിക്കായി നമുക്ക് ചെയ്തെടുക്കുവാൻ ദൈവം നമുക്ക് വേണ്ടി വഴികൾ തുറക്കുമ്പോൾ ഇന്ന് രാത്രി മറന്നു പോകരുത്. ദൈവം ഇന്ന് രാത്രിയിൽ ചിലരെ ദൈവം എണീപ്പിക്കുമ്പോൾ അതിന്റെ അകത്തൊരു ദൂത് വെളിപ്പെടുകയാണ്. ദേശം വിടുവിക്കപ്പെടാൻ വേണ്ടിയാ. സ്തോത്രം. ഹല്ലേലൂയ. ദേശം വിടുവിക്കപ്പെടണം. അപ്പോൾ അതിനെന്ത് ചെയ്യണം? ജനം എഴുന്നേൽക്കണം. സ്തോത്രം. ഇന്ന് രാത്രി ഒരു ദേശത്തിൽ ഒരു മനുഷ്യന്റെ മേൽ ദൈവാത്മാവ് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ
വചനം പറയുന്നു, ഒരിക്കലും ആ ദേശത്തെ തൊടാൻ ദൈവം മാത്രമല്ല, ദൂതന്മാർക്കോ സാത്താനോ പൈശാചിക മണ്ഡലങ്ങൾക്കോ ആ ദേശത്തിലെ വാഴ്ത്തത്വങ്ങളോ നിലത്തിന്റെ മേലോ കായികനികളുടെ മേലോ വൃക്ഷമരത്തിന്റെ മേലോ തൊടുവാൻ കഴിയത്തില്ല എന്നുള്ള കാര്യം കൂടെ ഇന്ന് രാത്രി ഓർമ്മയിൽ വച്ചിരിക്കണം. കാരണം നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടും തികഞ്ഞ ദൈവാശ്രയത്തോടും നാം ആയിരിക്കപ്പെടുമ്പോൾ അതിനകത്ത് റിസൾട്ട് വെളിപ്പെടണമെങ്കിൽ കർത്താവേ നീ എന്നെ ഒന്ന് എഴുന്നേൽപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇത് രാത്രി ഹല്ലേലൂയ ഈ ഗൂഗിൾ മീറ്റിനകത്തിരിക്കുന്ന ദൈവകുഞ്ഞെ, നിന്നെ ദൈവം ഇന്ന് രാത്രി എഴുന്നേൽപ്പിക്കാൻ പോകുക. എന്തോ ഒരു അധികാരം തന്ന് ദൈവം നിന്നെ ഇന്ന് രാത്രി എഴുന്നേൽപ്പിക്കാൻ പോകുക. ചിലര് കളിയാക്കി വിളിക്കാറുണ്ട്, അവൻ ഇടത്തെ കൈയനല്ലേ, എഴുന്നത് ഇടത്തെ കൈ കൊണ്ട്, ഭക്ഷണം കഴിക്കുന്നത് ഇടത്തെ കൈ കൊണ്ട്, അവൻ്റെ കാര്യാദികൾ ചെയ്യുന്നത് ഇടത്തെ കൈ കൊണ്ട് എന്ന് പറഞ്ഞ് വിറവ് കീറുന്നതും സ്തോത്രം മാവ് കുഴയ്ക്കുന്നത് എല്ലാം ഇടത്തെ കൈ കൊണ്ട് എന്ന് പറഞ്ഞ് കളിയാക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കുക, ആ ഇടത്തെ കയ്യനെ ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി ദൈവം എണീപ്പിച്ചെങ്കിൽ ഇന്ന് രാത്രി നിന്റെ പരിമിതി ദൈവത്തിന് വിഷയമല്ല. നിനക്കൊരു രക്ഷകൻ ഇന്ന് രാത്രി ഉണ്ട്. ഈ പരിമിതിക്കകത്ത് നിന്ന് നിർത്തുവാൻ എൻ്റെ കർത്താവിന് കഴിയും. ഒരു രക്ഷകൻ ഇന്ന് രാത്രി നിന്റെ കുടുംബത്തിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. ഒരു രക്ഷകൻ നിനക്കുണ്ടെങ്കിൽ നീ പേടിക്കണ്ട. നീ ആയിരിക്കുന്നത് രക്ഷകന്റെ അണ്ടറിലാണെങ്കിൽ ഒരു രക്ഷകൻ നിന്നെ നോക്കിക്കൊണ്ടിരിക്കുക. നിന്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു രക്ഷകൻ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവകുഞ്ഞേ, ഹല്ലേലൂയ. അടുത്തൊരു വാക്യത്തിലേക്ക് നമുക്ക് വരാമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ആമേൻ. ന്യായാധിപന്മാരുടെ പുസ്തകം 10-ാമത്തെ അധ്യായം, പ്രൈസ് ദി ലോർഡ്, അതിൻ്റെ 12-ാമത്തെ വാക്യം വായിച്ചിട്ട് അതിൻ്റെ 13-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിക്കാമോ? ആമേൻ, സഹോദരം. 10-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യവും 12-ാമത്തെ വാക്യവും 13-ാമത്തെ വാക്യവും ഒന്ന് വായിക്കാമോ? ന്യായാധിപന്മാരുടെ പുസ്തകമല്ലേ വാസ്തു. അബിമേലെക്കിന്റെ ശേഷം ദോദാവിന്റെ മകനായ പൂവാവിന്റെ മകൻ തോല എന്ന ഇസഖാർ ഗോത്രക്കാരൻ ഇസ്രായേലിനെ രക്ഷിപ്പാൻ എഴുന്നേറ്റു. എഫ്രൈം നാട്ടിലെ ശാമീരിലായിരുന്നു അവൻ പാർത്തത്. എങ്കിലും നിങ്ങൾ എന്നെ ഉപേക്ഷിച്ചു. 12-13 പാസ്റ്റർ. സീദോന്യരും അമാലേക്കരും മാവോന്യരും നിങ്ങളെ ഞെരുക്കി. നിങ്ങൾ എന്നോട് നിലവിളിച്ചു, ഞാൻ നിങ്ങളെ അവരുടെ കയ്യിൽ നിന്നും രക്ഷിച്ചു. എങ്കിലും നിങ്ങൾ എന്നെ ഉപേക്ഷിച്ചു, അന്യ ദൈവങ്ങളെ സേവിച്ചു. അതുകൊണ്ട് ഇനി ഞാൻ നിങ്ങളെ രക്ഷിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. ആരാ ഞെരുക്കിയെന്നറിയാമോ? സീദോന്യരും അമാലേക്കരും മോവാബ്യരും നിങ്ങൾ എന്ത് ചെയ്തു? ഞെരുക്കി. ആ ഞെരുക്കനകത്ത് നിന്ന് ദൈവം അവരെ പുറത്ത് കൊണ്ടുവരാൻ പോകുന്ന രാത്രി. സ്തോത്രം. ചിലത് വിശാലമാകുമ്പോൾ, ചില വഴികൾ ഒന്നൊന്നായി ദൈവം തുറക്കുമ്പോൾ ചിലര് അതിനകത്തങ്ങ് മയങ്ങിപ്പോകും. സ്തോത്രം. ദൈവം തുറന്ന വഴി എന്ന് പറഞ്ഞാൽ നീ പ്രാർത്ഥിക്കുന്നവനായതുകൊണ്ടാ. സ്തോത്രം. നീ ആരാധിക്കുന്നവനായതുകൊണ്ടാ. ആമേൻ. നിന്റെ മേൽ ദൈവം തന്നിരിക്കുന്ന രക്ഷകന്റെ ആ അധികാരമെന്ന ആത്മാവിന്റെ അഭിഷേകം നിന്റെ മേൽ ദൈവം പകർന്നിരിക്കുമ്പോൾ ആ രക്ഷകൻ നിന്നെ വലങ്കയിൽ പിടിച്ച് ഉയർത്തി നിർത്തിയിരിക്കുന്നതിന്റെ പരമപ്രധാനമായ കാര്യമെന്ന് പറഞ്ഞാൽ നിന്നെ ഞെരുക്കിയവരുടെ മുൻപിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയാ. സ്തോത്രം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആമേൻ. സീദോന്യരാകട്ടെ, ആമേൻ, അമാലേക്കരാകട്ടെ, മോവാബ്യരാകട്ടെ, ആമേൻ, ആരൊക്കെ നിങ്ങളെ ഞെരുക്കിയാലും ഈ 3 ഗ്രൂപ്പുകളുടെ മധ്യത്തിൽ ദൈവം നിന്നെ രക്ഷിക്കാൻ പോകുകയാ. സ്തോത്രം. ഹല്ലേലൂയ. ഒരു രക്ഷകനെ ഇന്ന് രാത്രി നിങ്ങളുടെ മുൻപിൽ കൊണ്ടുവയ്ക്കുകയാ കേട്ടോ.
പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഈ കർത്താവിന് മാത്രമേ ചില ഞെരുക്കത്തിനകത്ത് നിന്ന് നിന്നെ രക്ഷിക്കാൻ കഴിയൂ. ആമേൻ, സ്തോത്രം. ഇന്ന് രാത്രി ആ ഞെരുക്കത്തിന്റെ അകത്തളങ്ങളിൽ നിന്ന് വിശാലമാകണമെന്ന് പറഞ്ഞ് നിലവിളി ഉയർത്തുന്ന, ആമേൻ, സ്തോത്രം, ഇസ്രായേൽ ജനത്തിന്റെ ഞെരുക്കത്തിനകത്ത് നിന്ന് ദൈവം അവരെ വിടുവിക്കാൻ ഒരു രക്ഷകനെ അതിനകത്ത് അവരുടെ ഇടയിൽ നിന്ന് എണീപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി അതിനകത്ത് നിന്ന് നിന്നെ എണീപ്പിക്കാൻ ദൈവത്തിന് കഴിയുമെന്ന് ഇന്ന് രാത്രി മറന്നു പോകരുത്. ഇത്, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ദൈവം പറയുന്ന ദൂത. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ ചോദിക്കട്ടെ, ഈ പുസ്തകം നമ്മുടെ കൈ കിട്ടായിരുന്നെങ്കിൽ, ഈ പുസ്തകം എഴുതപ്പെടാതിരുന്നുവെങ്കിൽ അടിയുമില്ല, വഴക്കുമില്ല, നുന്നപക്ഷവുമില്ല, ഒരു പരിപാടികളുമില്ല, ദൈവത്തിൻ്റെ സഭയിൽ ഒരു പ്രശ്നവുമില്ല. ആമേൻ. സഭകളും ദേശത്തിലുണ്ടാകത്തില്ല. ആമേൻ. ഇത് എഴുതപ്പെട്ട് നമ്മുടെ കയ്യിലേക്ക്, ഇത് നമ്മളുടെ ഭാഷയിലേക്ക് അച്ചടിച്ച് കിട്ടിയത് തന്നെ ഏറ്റവും വലിയ അത്ഭുതമാണ്. ഹല്ലേലൂയ. എന്നിട്ട് കർത്താവ്, ആമേൻ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, കല്ലറയിൽ ഇല്ല എന്ന് തെളിയിക്കാൻ വേണ്ടി കല്ലറ കാണാൻ വേണ്ടി പോകുന്നവരുണ്ട്. സ്തോത്രം. തെറ്റല്ല, എൻ്റെ കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്ന് ഒന്ന് വിശ്വസിക്കാനും ചിലരുമായി ചിലർത്ത് ആമേ പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. ആമേൻ. അങ്ങനെ ഉള്ളതല്ല ഇത്. ഈ രക്ഷകൻ നിന്റെ അകത്തളങ്ങളിൽ അതിൻ്റെതായ ശക്തിയിൽ വെളിപ്പെടുമ്പോൾ എന്ന് രാത്രി പരിശുദ്ധാത്മാവ് അത് ശക്തമായി വിളിച്ചു പറയുന്ന ഒരു ആലോചന, ഈ രക്ഷകൻ നിന്നെ വിടുവിപ്പാൻ കഴിയും. ഈ രക്ഷകന് മാത്രമേ കഴിയത്തുള്ളൂ. ഈ രക്ഷകൻ ഒന്നിന് പുറപ്പെട്ടു കഴിഞ്ഞാൽ ഈ രക്ഷകൻ നിങ്ങളുടെ ഇടയ്ക്ക് നിന്ന്, അല്ലാതെ ഇത് കടം വാങ്ങിക്കൊണ്ട് വയ്ക്കുന്ന രക്ഷകനല്ല, ഇത് അപ്പുറത്തുനിന്ന് കൊണ്ടിറക്കുന്ന രക്ഷകനല്ല. ഇത് അവിടെ നിങ്ങളുടെ ഇടയിൽ നിന്ന് ഒരുത്തനെ ദൈവം എണീപ്പിക്കും. ആ രക്ഷകൻ ഇന്ന് രാത്രി ഒരു ഐഡന്റിറ്റി നിനക്ക് തരും. ഈ ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ ലോക രാജ്യത്തിൽ ആർക്കും കിട്ടാത്ത ഒന്ന് നിന്റെ ഹൃദയത്തിനകത്ത് പകർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവെന്ന ഐഡന്റിറ്റി. സ്തോത്രം. അയ്യോ, ഞാൻ പാസ്റ്റർ മകനായി പിറന്നു, ഞാൻ പാസ്റ്റർ മകനാ, എൻ്റെ അപ്പൻ പാസ്റ്ററാ, ഞാൻ പാസ്റ്റർ ഭാര്യ, ഞാൻ പാസ്റ്ററാ, ആമേൻ, അദ്ദേഹം പ്രവാചകനാ, ഞാൻ പ്രവാചകനാ, അതുകൊണ്ട് എനിക്ക് പ്രാർത്ഥിക്കണ്ട, എനിക്ക് ഉപവസിക്കണ്ട എന്ന് പറയാൻ നിയമമുണ്ടോ? ഇല്ല. സ്തോത്രം. ഞാൻ ബൈബിൾ കോളേജിലെ വിദ്യാർത്ഥിയാ, ഞാൻ ഇതെല്ലാം കേട്ടതാ, അതുകൊണ്ട് എനിക്ക് പ്രാർത്ഥിക്കണ്ട എന്നൊരു വ്യവസ്ഥയുണ്ടോ? ഇല്ല. സ്തോത്രം. എല്ലാം ദൈവത്തിന് വേണ്ടിയാ. ഹല്ലേലൂയ. ഒന്ന് വായിച്ച ആ വാക്കിലേക്ക്. ആമേൻ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ആ വാക്യം ഒന്നുകൂടെ നമ്മൾ വായിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. 13ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. എങ്കിലും ആമേൻ, നിങ്ങൾ എന്നെ ഉപേക്ഷിച്ചു. ശരിയല്ലേ? ദൈവത്തെ ഉപേക്ഷിക്കല്ലേ ജനം? ഒരു പേടിയില്ല. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ ജനത്തിന് ദൈവത്തെ അല്ല പേടി, മനുഷ്യനെയാ. ദൈവത്തെ ഇന്ന് പേടിയേ ഇല്ല. ആർക്കാ പേടി ദൈവത്തെ? നോക്കിക്കേ, ഈ ഞെരുക്കത്തിനകത്ത് നിന്ന്, നിലവിളിക്കകത്ത് നിന്ന് രക്ഷിച്ച ജനം പിന്നെ ഈ കുടുക്കിനകത്ത് പെട്ടു. ഹലോ, ഹല്ലേലൂയ. നോക്കിക്കേ, സീദോന്യരും അമോന്യരും മോബാബിയരും നിങ്ങൾ എന്ത് ചെയ്തു? ഞെരുക്കി. ആമേൻ. നിങ്ങൾ എന്നോട് നിലവിളിച്ചു. അപ്പോൾ ഞെരുക്കം വന്നപ്പോൾ നിലവിളിച്ചു. ഹല്ലേലൂയ. കവിള് ഓട്ടി, കൊടല് ഓട്ടി, മൂക്ക് ഓട്ടി, എല്ലാം ഒട്ടിയപ്പോൾ ദൈവത്തെ നിലവിളിച്ചു. ഒട്ടിയ വയറ് മാറ്റിരുന്നപ്പോൾ വിളിച്ചു. ദൈവം രക്ഷകനെ ആ ദേശത്ത് ഇറക്കി. ഹല്ലേലൂയ പറ, സ്തോത്രം പറ. ആമേൻ. ആ രക്ഷകനെ ഇറക്കി. ഈ ജനം പിന്നെയും നന്ദി കെട്ടവരായി തീർന്നു. സ്തോത്രം. ആ ജനമാണ് 13ാമത്തെ വാക്യത്തിൽ പറയുന്നത്. എന്തെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. എങ്കിലും നിങ്ങൾ എന്നെ എന്ത് ചെയ്തു? ഉപേക്ഷിച്ച് അന്യ ദൈവങ്ങളെ സേവിച്ചു. ഹല്ലേലൂയ. അന്യ ദൈവങ്ങളെ സേവിച്ചു. ആമേൻ. അതുകൊണ്ട് ഇനി ഞാൻ നിങ്ങൾ എന്ത് ചെയ്യില്ല? ഹല്ലേലൂയ, രക്ഷിക്കയില്ല. ഹല്ലേലൂയ. പിന്നെ അങ്ങോട്ട് കിട്ടിയ അടിയെന്ന് പറഞ്ഞാൽ 1 2 അല്ല. ആമേൻ. ദൈവകുഞ്ഞേ, ഇന്ന് രാത്രി ഈ ദൂത് രക്ഷിക്കപ്പെടാത്തവനുള്ളതല്ല, ഈ വചനം രക്ഷിക്കപ്പെട്ടവർക്കുള്ളതാ.
അല്ലാതെ ആമേ സ്തോത്രം ഇത് അപ്പുറോ ഇപ്പുറോ ഉള്ള അവറാച്ചന്റെ തലമുറയ്ക്കോ ഉള്ളതല്ല. ഇത് രക്ഷിക്കപ്പെട്ടവനുള്ളതാ. പേടിയില്ലാത്ത ജനം, ദൈവത്തെ ഭയമില്ലാത്ത ജനം റൊട്ടിക്ക് വേണ്ടി കരഞ്ഞു, ഉള്ളിക്ക് വേണ്ടി കരഞ്ഞു, സവാളയ്ക്ക് വേണ്ടി കരഞ്ഞു, കാടയ്ക്ക് വേണ്ടി കരഞ്ഞു, ഇറച്ചിക്ക് വേണ്ടി കരഞ്ഞു, ബിരിയാണിക്ക് വേണ്ടി കരഞ്ഞു, പ്രൈസ് ദി ലോർഡ്, വിടുതലിന് വേണ്ടി കരഞ്ഞു, വെള്ളത്തിന് വേണ്ടി കരഞ്ഞു, മാറയെ മാറ്റി ചെങ്കടലിന് മേൽ കരഞ്ഞു. അത് മാറ്റിയ ദൈവം ഇന്ന് രാത്രി പറയുന്നു, ഇനി ഞാൻ നിങ്ങൾ രക്ഷിക്കത്തില്ല, ഇത് അവസാനം. ഹല്ലേലൂയ, ഇത് അവസാനമാ. ഇനി നിങ്ങളെ വിളി ഞാൻ കേൾക്കത്തില്ല. എന്റെ ദൈവം ആരാ? എന്റെ പൊന്ന് കർത്താവിന്റെ അഭിഷക്തന്മാരെ, ദൈവം ഒന്ന് ചെയ്താൽ സറണ്ടർ ആകണം. പ്രൈസ് ദി ലോർഡ്. ഒരു ലോകം മുഴുവനും, ഒരു കുടുംബം, ഞാൻ ചോദിക്കട്ടെ, ഈ കുടുംബമാണ് ഏറ്റവും വലിയ ബലമെന്ന് പറഞ്ഞാൽ. ഈ കുടുംബം കൈവിട്ട് കളഞ്ഞാലോ? കുടുംബം എന്ന് പറഞ്ഞാൽ ഭാര്യ ഭർത്താവ് എന്ന ബന്ധമല്ല, അപ്പനും അമ്മയും സഹോദരങ്ങളും അതിനകത്ത് ബന്ധുക്കളും അവരുടെ ബന്ധുക്കളും എല്ലാം കൂടെ ചേരുമ്പോൾ വലിയൊരു കുടുംബമാകും. പിന്നെ ഒറ്റപ്പെടും അല്ലേ? ആ ഒറ്റയ്ക്ക് നിൽക്കുന്നവന്റെ കയ്യിലാ കർത്താവ് പിടിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. പാസ്റ്റർ എം മത്തായി പാസ്റ്റർ ഒരു ദിവസം എന്നോട് പറഞ്ഞൊരു ദൂത് ഇങ്ങനെയാ, മോനെ നിനക്കറിയാമോ, ഞാൻ യേശുവിനെ അറിഞ്ഞ സമയത്ത്, ഹല്ലേലൂയ, ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരനായിരുന്നു. കഴിക്കാൻ ആഹാരമില്ല. 1 കിലോ അരിയിട്ട് കഞ്ഞി വെച്ച് കഴിഞ്ഞാൽ 5 ദിവസം 6 ദിവസം ഞങ്ങൾ അതിനെ കഴിക്കും. ഒരു പ്ലാവല മാത്രമേ കഴിക്കാൻ പറ്റത്തുള്ളൂ. 2-3 മക്കൾ, ഒരു കുടുംബത്തിനകത്ത് ഒന്നും കഴിക്കാനില്ല. ഒരു മീറ്റിങ്ങിന് പോയ കഴിഞ്ഞാൽ കാണിക്കയില്ല. സ്തോത്രം, പിന്നെ വെള്ളയായതുകൊണ്ട് കുഴപ്പമില്ല മോനെ, ആരും പറയത്തില്ലല്ലോ, എന്നും വെള്ളയാണെന്ന് പറയില്ലല്ലോ, ഇന്നലെ ഇട്ടതെന്ന് പറയില്ലല്ലോ, വെള്ളയായതുകൊണ്ട് ആരും ഒന്നും പറയത്തില്ല. സ്തോത്ര, കാലിൽ ചെരുപ്പ് പൊട്ടിയിട്ട് അതിൻ്റെ ആ ബാറില് ആണിയും കള്ളിമുള്ളും കയറ്റി നടന്നിട്ടും ആ ദിവസങ്ങളായി. അതും പൊട്ടി, കള്ളിമുള്ളും ആണിയും തിരിച്ച് കാലിലേക്ക് കയറി പഴുത്തു. ഹോസ്പിറ്റലിൽ ഒരു പൈസ ഇല്ല. സ്തോത്രം, അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ദൈവകുഞ്ഞെ. ഞാൻ നിന്ന് കരഞ്ഞു, കോഴഞ്ചേരി ജംഗ്ഷനിൽ നിന്ന് കരഞ്ഞു റോട്ടില്. സ്തോത്രം, ഹല്ലേലൂയ. ഒരു കാര്യം ഞാൻ പറയട്ടെ, നടത്തിയതൊന്നും മറന്നു പോകരുത്. ഹല്ലേലൂയ. ഒരു വറ്റല് മുളവില്, പ്രൈസ് ദി ലോർഡ്, ഒരു വറ്റല് മുളവില് ഒരു കുടുംബം 3 ദിവസം ജീവിച്ചെന്ന് പറഞ്ഞാൽ ആശ്ചര്യപ്പെടണ്ട. സ്തോത്രം, ഹല്ലേലൂയ. 3 കാന്താരി മുളവില് ഒരു കുടുംബം ജീവിച്ചെന്ന് പറഞ്ഞ് ആശ്ചര്യപ്പെടണ്ട. സ്തോത്രം, ഹല്ലേലൂയ. ഒരു ഉണക്കമീനില് ഒരു കുടുംബം ജീവിച്ചെന്ന് പറഞ്ഞ് ആശ്ചര്യപ്പെടണ്ട. അവിടെയും ദൈവം അവരെ കൈവിട്ടില്ല. ഇതങ്ങനെയാണോ? അതിന്നൊക്കെ പുഷ്ടി വെച്ച് പുറത്തേക്ക് വരുമ്പോൾ ഈ ജനം പിന്നെയും 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 ദൈവത്തെ ഞെരുക്കുന്നു. ദൈവസന്നിധിയിൽ അവർ എന്ത് ചെയ്യുന്നില്ല? നന്ദി കെട്ടവരായിത്തീരുന്നു. ഇനി നിങ്ങളെ രക്ഷിക്കത്തില്ല. കാരണം നിങ്ങൾ യാഗം കഴിക്കുന്നില്ല, നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല, നിങ്ങൾ വേണ്ടുമണം ഉപവസിക്കുന്നില്ല, നിങ്ങൾ ദൈവസന്നിധിയിൽ കടന്നു വരുന്നില്ല, നിങ്ങൾ എന്നെ ആരാധിക്കുന്നില്ല, നിങ്ങൾ പാടെ ഉപേക്ഷിച്ച ഇപ്പോ വിഗ്രഹത്തിന്റെ പിന്നാലെ. ഹല്ലേലൂയ, ആമേൻ. ദൈവത്തെക്കാൾ വലുത് ഏതാണെങ്കിലും അത് വിഗ്രഹമാണ്. നിങ്ങൾക്കറിയോ? സ്തോത്രം, നല്ലൊരു ജോലിക്കാരനാണ് ഞാൻ. അതിനകത്ത് കർത്താവ് എന്നെ പിടിച്ചിറക്കിയതാ, അല്ലാതെ വഴിയിൽ നിന്ന് ഒരു ബൈബിൾ മാറ്റിക്കൊണ്ട് വന്നതല്ല കേട്ടോ. സ്തോത്രം, ആ കിട്ടുന്ന 1000കകത്ത് നിന്ന് ഒന്നും ബാക്കി വെക്കാനില്ല, ഓട്ടസഞ്ചിയിലിട്ടതുപോലെയാ. പക്ഷെ കർത്താവിന് വേണ്ടി നിന്നപ്പോൾ 100 രൂപ കിട്ടിയാൽ 95 രൂപയും ലാഭമാണ്. സ്തോത്രം, പൈപ്പിലെ വെള്ളം കുടിച്ച് യാത്ര ചെയ്ത് നടന്നിട്ടുണ്ട്, മീറ്റിങ്ങിന് പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് എൻ്റെ വണ്ടിക്കകത്ത് വെള്ളം തന്നെ നിറച്ചു വച്ചിട്ട് വിശപ്പോടെ ഇന്നും പോയിട്ടുണ്ട്. എവിടെയെങ്കിലും കയറി കഴിഞ്ഞാൽ അത് കൂടിപ്പോകുമോ എന്ന് വിചാരിച്ചു മാറ്റി വച്ചിട്ട് ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കുന്നവരെ ഇന്ന് രാത്രി ഒന്ന് ഓർത്തോ, നടത്തിയ ദൈവത്തെ മറന്നു പോകരുത്. മറന്ന് മുൻപിലോട്ട് പോയി കഴിഞ്ഞാൽ പലതും അടയും. സ്തോത്രം,
ഹല്ലേലൂയ. ആമേൻ. നോയിക്കേ, നമ്മളെ ദൈവം എണീപ്പിച്ചില്ലേ? നമ്മുടെ മേൽ ദൈവം അഭിഷേകം പകർന്നില്ലേ? അതെന്തിനു വേണ്ടിയാ? ആമേൻ. വിഗ്രഹം പോലെ മനുഷ്യനെ ആരാധിക്കാൻ വേണ്ടിയാണോ? നോ. ദൈവത്തിന് യാഗമർപ്പിപ്പാൻ, ദൈവത്തെ ഉപവസിപ്പാൻ, പ്രാർത്ഥിക്കുവാൻ ദൈവം നമ്മെ ഏൽപ്പിച്ചത് ചെയ്യുവാൻ. സ്തോത്രം. അതിന്ന് രാത്രി ആമേൻ. മിനി അഭിഷേകത്തിനെ വിളിച്ചോണ്ട് പാസ്റ്റേ റിസൾട്ട് എല്ലാം വന്ന് ഒരു കുഴപ്പമില്ല. സ്തോത്രം. ഒരു കുഴപ്പമില്ല അഭിഷേകത്തിനെ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അഭിഷേകന്മാർ കയറി കുറുകെ നിന്നാലേ ആമേൻ വരേണ്ടതിന് ദൈവം ആമേൻ പല വിധികളെയും മാറ്റി എഴുതുമെന്നുള്ള കാര്യം ഇന്ന് രാത്രി മറന്നു പോകരുത്. ഒരു വിഷയത്തിന് കയറി കുറുകെ നിന്ന് കഴിഞ്ഞാൽ ദൈവം ചില കാര്യങ്ങൾ ചെയ്യുമെന്ന് ഇതിനകത്തിരിക്കുന്ന സാക്ഷ്യമുള്ള ആൾക്കാർ, ആമേൻ, അഭിഷക്തമാർ ഇതിനകത്തുണ്ട്. ആമേൻ. ദൈവം ഒരു കാര്യത്തിന് അഭിഷക്തനെ ഏൽപ്പിച്ച് ആ കാര്യങ്ങൾക്ക് വേണ്ടി നിന്ന് കഴിഞ്ഞാൽ ദൈവത്തിന് പോലും ഒന്നും ചെയ്യാൻ കഴിയില്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രി അതാ ഇവിടെ സംഭവിച്ചത്. ഇവിടെ സംഭവിച്ചതാ. ദൈവം അവരെ തെരഞ്ഞെടുത്ത് ദൈവത്തിന്റെ പദ്ധതിക്കായി തെരഞ്ഞെടുത്തിരിക്കുക. പക്ഷെ അവരെന്ത് ചെയ്യുന്നറിയാമോ? പിന്നെ വിഗ്രഹങ്ങളുടെ പിന്നാലെ പോയി. അപ്പൊ നിങ്ങൾ പറയും, അയ്യോ ആമേ പാസ്റ്റേ, ഞങ്ങൾ വിഗ്രഹത്തെ ആരാധിക്കുന്നവരല്ല, ഞങ്ങളെ വിഗ്രഹത്തൊക്കെ എടുത്ത് കളഞ്ഞതാ. അപ്പോ അതിനകത്ത് ആൾക്കാരൊന്നുമില്ല. സ്തോത്രം. പാസ്റ്റല്ലേ വന്ന് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് വിഗ്രഹം എടുത്ത് കളഞ്ഞത്. സ്തോത്രം. പാസ്റ്റല്ലേ ഇവിടെ വന്നിട്ട് പ്രാർത്ഥിച്ചതെല്ലാം എടുത്ത് കളഞ്ഞത്. ആമേൻ. സ്തോത്രം. അവരൊക്കെ അനുഗ്രഹം പ്രാപിച്ചു പോയി. സ്തോത്രം. കർത്താവ് അവരെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഞങ്ങൾ അതല്ല എന്ന കർത്താവ് അതുമല്ല പറഞ്ഞത്. സ്തോത്രം പറ. ആമേൻ. നിങ്ങൾ എന്നെക്കാൾ ഏതിനെയാണ് കൂടുതൽ ആരാധിക്കുന്നത്? ഹല്ലേലൂയ. അത് വിഗ്രഹം. ആമേൻ. നിങ്ങൾ എന്നെക്കാൾ വേറെ ഏതിനെയാണ് കൂടുതൽ സ്നേഹിക്കുന്നത്? അത് വിഗ്രഹം. എന്നെക്കാൾ സ്നേഹിക്കുന്നത് വേറെ ഏതിനെയാണെങ്കിലും അത് വിഗ്രഹമാണെന്ന് അവൻ കർത്താവ് ഉറപ്പിച്ചു ദിനത്തോട് പറഞ്ഞു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. 14-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോഴേ അതിനകത്തൊരു ദൂതുകൂടെ ഉണ്ട്. വായിച്ചേ 14-ാമത്തെ വാക്യം. ആമേൻ. അതിന്റെ 15-ാമത്തെ വാക്യം ഇപ്പൊ വായിച്ച 10-ാം അധ്യായത്തിന്റെ 14-15 കൂടെ ഒന്ന് വായിച്ചേ. നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ള ദേവന്മാരോട് നിലവിളിപ്പിൻ, അവർ നിങ്ങളുടെ കഷ്ടകാലത്ത് നിങ്ങളെ രക്ഷിക്കട്ടെ. ഇസ്രായേൽ മക്കളെ, യഹോവയോട് ഞങ്ങൾ പാപം ചെയ്തിരിക്കുന്നു, നിന്റെ ഇഷ്ടം പോലെയൊക്കെയും ഞങ്ങളോട് ചെയ്തു കൊള്ളുക, ഇന്ന് മാത്രം ഞങ്ങളെ വിടുവിക്കണമേ എന്ന് പറഞ്ഞു. ഇന്ന് മാത്രം കർത്താവ്, ഇന്ന് മാത്രം വിടുവിച്ചാൽ മതി. നാളെ എന്ത് ചെയ്യണ്ട? അതാണ് ജനം. സ്വന്തം ജനമാ. അപ്പോഴും കർത്താവ് അപ്പുറത്ത് കരയുക. എന്നിട്ടും ഈ മൂടനായ മനുഷ്യന് ബോധമില്ലല്ലോ. കർത്താവെ, ഞങ്ങളുടെ പാപം ക്ഷമിക്കണം, ഇന്ന് എന്ത് ചെയ്യണം? നീ ഞങ്ങളെ വിടുവിക്കണം. ഇന്ന് ഇപ്പൊ വിടുതൽ വേണം അല്ലേ? അത്ഭുതം വേണം അല്ലേ? ആമേ. സ്തോത്രം. വിടുതൽ വേണം. ശവപ്പെട്ടി വാങ്ങിച്ച് വീട്ടിന്റെ ഫ്രണ്ടിൽ കൊണ്ടുവച്ച് ആണിയുമായിട്ട് ഇരിക്കുക, അടിക്കാന്ന് പറഞ്ഞ്. ആണിയൊക്കെ ദൈവം മാറ്റിയില്ലേ? ആണിയും പെട്ടിയും കൊട്ടൂടിയും കൊണ്ടുവന്നവനെ എല്ലാം ആമേൻ ദൈവം ഓട്ടിച്ചില്ലേ? ഇന്ന് രാത്രി ദൈവ പൈതലേ, ദൈവം നിനക്ക് വേണ്ടി കരുതാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഭയങ്കരമായിരിക്കും. സ്തോത്രം. നിന്റെ ഏത് ആവശ്യത്തെക്കാളും എന്റെ കർത്താവ് മതിയായവനാ. പറ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഈ പ്രസംഗിക്കുന്ന ഞാനും ഞെരുക്കത്തിൽ കൂടെ പോയവനാ. മനസ്സിലായി? 100 രൂപ തികയ്ക്കാൻ ആമേൻ 1 രൂപ കുറവുണ്ടായിരുന്ന എനിക്ക്, 1 രൂപയുടെ കുറവ്, 1 രൂപ എൻ്റെ വണ്ടി മുഴുവനും അരിച്ചു പറക്കി. വീട്ടിനകത്തുള്ള എല്ലാ ഡെപ്പകളും ഒക്കെ നോക്കിയിട്ടും സ്തോത്രം 1 രൂപ ഉണ്ടെങ്കിൽ 100 രൂപയ്ക്ക് പെട്ടു പഠിക്കാം. ആ സാഹചര്യം കൂടെ കടന്നുപോയ ആളാണ് ഞാൻ. സ്തോത്രം പറ. പക്ഷെ അപ്പോഴും കർത്താവേ, നീ അത്ഭുതം ചെയ്ത ദൈവമാ, ഇന്ന് മാത്രം പ്രവർത്തിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇന്നത്തേക്ക് നീ ഞങ്ങളെ വിടുവിക്ക്, നാളെ ഞങ്ങൾ പിന്നെയും പഴയതുപോലെ പൊക്കോളാം. സ്തോത്രം. ആമേൻ. നോയിക്കേ, അങ്ങോട്ട് താഴോട്ട് വരുമ്പോൾ ദൈവം ഇവരെ തൂക്കി എറിയുന്നത് നമുക്ക് കാണാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പ്രവൃത്തിയും ദൈവത്തിന്റെ സാന്നിധ്യവും ദൈവത്തിന്റെ മഹത്വവും അതിനകത്ത് വെളിപ്പെടാൻ നിൽക്കട്ടെ. 12-ാം അധ്യായം അതിന്റെ 2-3. 12-ാം അധ്യായം അതിന് 2-3 വാക്യത്തിലേക്ക് വരാം. വായിച്ച്. അടുത്ത ഒരാളിനെ ദൈവം തെരഞ്ഞെടുക്കുക. ആ ആൾ ഇത്തിരി സ്വതന്ത്രം ഗൗരവമുള്ള മനുഷ്യനാ. ആ മനുഷ്യൻ തെരഞ്ഞെടുക്കുക ദൈവം. വായിച്ചേ. ഇഫ്താഹ് അവരോട്, എനിക്കും എന്റെ ജനത്തിനും അമോന്യരോട് വലിയ കലഹമുണ്ടായി. ഞാൻ നിങ്ങളെ വിളിച്ചപ്പോൾ നിങ്ങൾ അവരുടെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ചില്ല. നിങ്ങൾ എന്നെ രക്ഷിക്കയില്ല എന്ന് കണ്ടപ്പോൾ
ഞാൻ എന്റെ ജീവനെ ഉപേക്ഷിച്ചും കൊണ്ട് അമോന്യരുടെ നേരെ ചെന്നു. യഹോവ അവരെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചു. ഇങ്ങനെയിരിക്കെ നിങ്ങൾ എന്നോട് യുദ്ധം ചെയ്യുവാൻ ഇന്ന് എന്റെ നേരെ വരുന്നത് എന്ത് എന്ന് പറഞ്ഞു. അദ്ദേഹം ചെയ്ത ആമെ പുറത്ത് കൊണ്ടുവന്നിരിക്കുക. ഇത്താവിന് നമുക്കറിയാം, ആ ആള് നല്ല ഭക്തനാ, ദൈവത്തിന് മുഴങ്കാലിൽ നിൽക്കുന്നവനാ. ഇന്ന് എത്ര സമയം നമ്മൾ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. 2 മണിക്കൂറും 40 മിനിറ്റും ആമേ ദശാംശം പോലും കൊടുക്കാൻ കഴിയുന്നില്ല ഒരു ദിവസം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ എത്ര മിനിറ്റ് പ്രാർത്ഥിച്ചു. എന്നിട്ട് ദൈവത്തോട് ചോദിക്ക്. ദൈവം ആർക്കും കടക്കാരനല്ല. സ്തോത്രം. ദൈവത്തിലേക്ക് ഒന്ന് മുട്ടുമടക്ക്. കർത്താവേ, നീ എനിക്ക് വേണ്ടി വഴി തുറ. ഹല്ലേലൂയ. ആമേൻ. എന്റെ കുറവുണ്ട്. ആമേൻ. പ്രൈസ്. ഞാൻ പൂർണ്ണനല്ല. ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇബ്താഗ് ദൈവസന്നിധിയിൽ പറയുക. ഇബ്താഗ് അവരോട്, എനിക്കും എന്റെ ജനത്തിനും അമോന്യരോട് വലിയ കലഹമുണ്ടായി. സ്തോത്രം. എനിക്കും, അടുത്ത് വാക്ക് കണ്ടോ, എന്റെ ജനത്തിനും. ഹല്ലേലൂയ. അതാണ് അഭിഷക്തൻ. അതാണ് ഇബ്താഗ്. ദൈവത്തിന് വേണ്ടി യാഗപീഠം പണിയുന്നവൻ, ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി നിൽക്കുന്നവൻ. എന്റേത്, എന്റെ ജനം. പ്രൈസ് ദി ലോർഡ്. ഇതേ വാക്ക് രൂത്ത് പറഞ്ഞു. എന്റെ ജനം, നിന്റെ ജനം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എന്റെ ദൈവം, നിന്റെ ദൈവം. ഹല്ലേലൂയ. എന്റെ ദൈവം, നിന്റെ ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. നീ ഇരിക്കുന്നിടത്ത് ഞാനും ഇരിക്കും. നീ മരിച്ചടക്കപ്പെടുന്നിടത്ത് ഞാനും മരിച്ചടക്കപ്പെടും. തീരുമാനമാ, പ്രതിഷ്ഠയാ. ആമേൻ. സ്തോത്രം. ദൈവം നമ്മെ ഒന്ന് ഏൽപ്പിക്കുമ്പോൾ അതിനകത്ത് നിൽക്കാൻ ഞാനും നിങ്ങളും തയ്യാറാണെങ്കിൽ അടുത്ത പിന്നെയും നമ്മെ ഏൽപ്പിക്കും ദൈവം. സ്തോത്രം. ഒന്നല്ല കേട്ടോ, കൃപയുടെ ഒരു വലിയൊരു ആമേൻ പാക്കേജ് എനിക്ക് നിങ്ങൾക്കും വേണ്ടി കർത്താവ് തുറക്കാൻ പോകുകയാ. കൃപയുടെ ഒരു വലിയൊരു പാക്കേജ്. അതിനകത്തെല്ലാം ഉണ്ട്. വെളിപ്പാടുണ്ട്, പ്രവചനമുണ്ട്, ദർശനമുണ്ട്, വ്യാഖ്യാനമുണ്ട്. ആമേ വ്യക്തികളെ വിവേചനപരമുണ്ട്. സകലത്തിന്റെ ഒരു പാക്കേജ്. ഈ 2026 രണ്ടാമത്തെ മാസം കഴിയും മുൻപ് നിന്റെ തലമേൽ ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടുമെന്ന്. ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവകുഞ്ഞെ, ഇന്ന് രാത്രി നീ മറന്നു പോകരുത്. പരിശുദ്ധാത്മാവ് നിന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. നിന്നോട് ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുക. നാമേ കർത്താവ് പറഞ്ഞു, യേശു ഇങ്ങനെ പറയാ, ഞാൻ ഇത്രയും പ്രസംഗിച്ചും പ്രാർത്ഥിച്ചിരുന്നപ്പോ നിങ്ങളുടെ ഹൃദയം ഇവിടെ അല്ലല്ലോ, എവിടെയോ ഇരിക്കുക. ആ ഹൃദയം ഇന്ന് രാത്രി ഇവിടെ കൊണ്ടുവയ്ക്കണം. കർത്താവ് അവരെ ഹൃദയത്തിൽ നോക്കിയപ്പോ ഇപ്പൊ ഇരിക്കുന്നത്, അയ്യോ ഞാൻ ഇന്ന വർക്ക് ചെയ്തല്ലോ, അത് എവിടെ എടുത്ത് വച്ചത്? എൻ്റെ വണ്ടിയിലുണ്ടോ, അല്ലെ ആ ഷെൽഫിനകത്തുണ്ടോ, മേശയ്ക്കകത്തുണ്ടോ? ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. അയ്യോ കോഴിക്കോട് അടച്ചോ, വണ്ടി ഓഫ് ചെയ്തോ, പെട്രോള് ഓവർഫ്ലോ ആണോ, അത് ഓഫ് ചെയ്ത് വെച്ചോ? ആമേൻ. ഒത്തിരി ചിന്തയിലിരിക്കുന്ന മനുഷ്യർ. സ്തോത്രം. ഹല്ലേലൂയ. ഈ 1 മണിക്കൂർ കൂടെ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ മറിക്കുമായിരുന്നു, ഒന്ന് തീർന്നെങ്കിൽ അഴിച്ച് പോകായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ആ ഒരു മനോഭാവം നമ്മുടെ ജീവിതത്തിൽ വരരുത്. പലതും വായ്ത്തത്വങ്ങൾ പലതും അടയും. സ്തോത്രം. ദൈവസന്നിധിയിൽ ദൈവത്തെ ആരാധിക്കാൻ ഉണ്മയോടെ നമ്മൾ സമർപ്പണത്തോടെ കടന്നു വന്നെങ്കിൽ ഉറപ്പായിട്ടും ദൈവം നോക്കുന്ന ചെവിയിലല്ല കേട്ടോ സഹോദരിമാരെ, ചെവിയിലല്ല നോക്കുന്നേ, കഴുത്തിലും അല്ല നോക്കുന്നേ. ദൈവം നോക്കുന്ന എവിടെയെന്നറിയാമോ? അകത്താ. ഹൃദയത്തിനകത്താ ദൈവാത്മാവ് നോക്കുന്നേ. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവ് അതിനകത്ത് നോക്കുമ്പോൾ വല്ലതും കാണണം. സ്തോത്രം. എന്തെങ്കിലുമൊക്കെ കിട്ടണം അതിനകത്ത് നോക്കുമ്പോ. ഒന്ന് പരവേശപ്പെട്ട് നോക്കുക. സ്തോത്രം. 12-ാം അധ്യായത്തിന്റെ 2-3 വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവം വളരെ ശക്തമായി അവിടെ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുക കേട്ടോ. സ്തോത്രം. ഒരു യുദ്ധത്തിനകത്തേക്ക്
ഇബ്താഹിനെ കൊണ്ട് ദൈവം ഇറക്കി നിർത്തിയിരിക്കുക. ഇന്ന് രാത്രി നിന്റെ ഞെരുക്കിയിരിക്കുന്ന 3 ജാതികളുടെ നടുവിലും 3 രാജ്യത്തിന്റെ നടുവിലും 3 രാജാക്കന്മാരുടെ അകത്തളങ്ങളിലും നിന്നെ ദൈവം നിർത്തിയിരിക്കുന്നതിന്റെ പരമപ്രധാനമായ കാര്യമെന്ന് പറഞ്ഞാൽ നിന്നിൽ കൂടെ മാത്രമേ ഒരു വിടുതൽ സംഭവിക്കത്തുള്ളൂ. അതിന്ന് രാത്രി ദൈവം നിന്നിൽ ഉറപ്പിച്ചിരിക്കുകയാ. സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. അടുത്തൊരു വാക്യത്തിലേക്ക് വരാമോ? പ്രൈസ് ദി ലോർഡ്. ന്യായാധിപന്മാരുടെ പുസ്തകം 3-ാമത്തെ അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യത്തിലേക്ക് വരാമോ? 3-ന്റെ ആമേൻ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. 9-ാമത്തെ വാക്യം വായിക്കാമോ? സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, വായിച്ചു. ഇസ്രായേൽ മക്കളെ യഹോവയോട് നിലവിളിച്ചപ്പോൾ യഹോവ കാലേബിന്റെ അനുജനായ കെനസിന്റെ മകൻ ഒദനിയേലിനെ ഇസ്രായേൽ മക്കൾക്ക് രക്ഷകനായി എഴുന്നേൽപ്പിച്ചു. ആമേൻ. ദൈവം ചില വ്യക്തികളെ രക്ഷകനായി എഴുന്നേൽപ്പിച്ചു. ആമേൻ. ഇന്ന് രാത്രിയിൽ രക്ഷകനായി മനുഷ്യനെ ദൈവം എണീപ്പിക്കും. നൂലെ കെട്ടി ഇറക്കി തരാവുന്നില്ല ദൈവം. ഇല്ല, ദൈവം ഇതിലെ ഇരിക്കുന്നിടത്ത് വിളിച്ചാൽ മതി രക്ഷകനായി. നിങ്ങൾക്കറിയോ, കഴിഞ്ഞ ദിവസം ഒരു 2 വയസ്സായ പൊന്നു മോള്, അവൾക്ക് എന്തറിയാം അല്ലേ? 2.5 വയസ്സ് വരും. ആ ഫ്രോക്കെല്ലാം ഇട്ടുകൊണ്ട് നല്ല നിലയിൽ അവൾ ആ ഓട്ടോയിൽ നിന്ന് ഇറങ്ങി സന്തോഷം കൊണ്ട് ഓടുകയാ. ഓടിയപ്പോ സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ആ രക്ഷകനായി വന്നത് പ്രൈവറ്റ് ബസ്സിലെ ഡ്രൈവറാ. ആമേൻ. ഒന്ന് കണ്ണിമ മാറിയിരുന്നെങ്കിൽ, ഒന്ന് ഒഴിച്ചില്ലായിരുന്നു എങ്കിൽ, നമ്മൾ കാണുന്ന വണ്ടിയിൽ ഇങ്ങനെ ഒരഞ്ഞു പോകുകയാ കൊച്ച്. സ്തോത്രം. ഒരു കാലിന്റെ വിരലിൽ കൂടെ, ചെരുപ്പിൽ കൂടെ എങ്കിലും ആ ബീല് കയറിയിരുന്നു എങ്കിൽ അകത്തേക്ക് വലിക്കും. പ്രൈസ് ദി ലോർഡ്. രക്ഷകനായി വന്നില്ലേ? ഇന്ന് രാത്രി ദൈവ പൈതലേ, ഏതെല്ലാം മേഖലയിൽ ദൈവം നമുക്ക് വേണ്ടി വ്യക്തികളെ ഇറക്കിയെന്നറിയാമോ? ഹല്ലേലൂയ, ആമേൻ. 2003 വണ്ടി ആക്സിഡന്റിൽ രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന എന്നെ എടുക്കാൻ ഒരാൾ പോലും തയ്യാറാകാതിരിക്കുമ്പോൾ എറണാകുളം സൂപ്പർ ഫാസ്റ്റിലിരിക്കുന്ന ഒരു മനുഷ്യൻ, ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക, എന്തൊക്കെയോ സംഭവിക്കുന്നു, ചലനമറ്റ് കിടക്കുക. ഞാൻ തന്നെ മരിച്ചുപോയെന്ന് വിചാരിച്ചു. ആമേൻ. പറയുക, ആരൊക്കെ എന്തൊക്കെ പറയുന്നു ഞാൻ നോക്കുമ്പോൾ ആമേൻ, പ്രൈസ് ദി ലോർഡ്, എന്റെ ഓപ്പോസിറ്റ് വരുന്ന ആമേൻ വലത്തുഭാഗത്തൂടെ വരുന്ന ബസ്സിൽ നിന്ന് ആ ബസ്സിന്റെ ചില്ലിനെ വലിച്ചു നീക്കിയിട്ട് അതിനകത്തുനിന്ന് ഒരു മനുഷ്യൻ പുറത്തേക്ക് ചാടുകയാ. പ്രൈസ് ദി ലോർഡ്. എന്റെ പുറത്ത് കിടക്കുന്ന വണ്ടി എടുത്തു മാറ്റിയിട്ട് എന്നെ വാരി എടുക്കുന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുണ്ട്. ആ മനുഷ്യനെ പിന്നെ ഞാൻ അന്വേഷിച്ച് കണ്ടെത്തിയില്ല. പിന്നെ ചില മണിക്കൂറുകൾ കഴിഞ്ഞ് കണ്ണ് തുറന്നപ്പോൾ എന്റെ ശരീരത്തിൽ കുറച്ച് ആൾക്കാർ നിന്നുകൊണ്ട് പറയുക, ഇടത്തെ കാലങ്ങ് മുറിക്കാം, ഇതിന് കൊള്ളത്തില്ല, മുറിക്കാം. വലതുകാല കുഴപ്പമില്ല, ചെറിയ ഒരു അടി മാത്രമേ കിട്ടിയിട്ടുള്ളൂ, മുറിക്കാം. ആമേൻ. എന്ന് അടുത്ത കാര്യം സർജറിക്ക് വേണ്ടി കാര്യങ്ങൾ ക്രമീകരിക്കുമ്പോൾ പെട്ടെന്ന് എന്റെ ഹൃദയത്തിനകത്ത് ഒരു വലിയൊരു സ്തോത്രം, ഒരു സ്ഫോടനം എന്ന പോലെ അദ്ദേഹത്തെ അവിടെ നിന്ന് ആരെയോ ഒരാളുടെ കയ്യിൽ പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു എന്ന് അവര് പറയുന്നു, മുറിക്കണ്ട. സ്തോത്രം. അവിടെ ഇറങ്ങിയത് ആരോ പ്രസവിച്ചു, എവിടെയോ വളർന്നു, എവിടെയോ ജോലി ചെയ്യുന്ന, എവിടെ നിന്നോ വന്ന ഒരു മനുഷ്യനെ രക്ഷകനായി എനിക്ക് വേണ്ടി ദൈവം ഉപയോഗിച്ചെങ്കിൽ ഇതുപോലെ ആയിരക്കണക്കിന് സമയങ്ങളിൽ ദൈവം നമ്മെ ഉപയോഗിച്ചില്ലേ? ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. അദ്ദേഹം അടുത്ത് വന്ന വണ്ടിക്ക് അദ്ദേഹം പോയി. പക്ഷേ ഞാൻ ഒത്തിരി തിരക്കി, ആളാരാ ആർക്കും അറിയില്ല. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് രാത്രി ഒരു കാര്യം പറയാം. പ്രൈസ് ദി ലോർഡ്. ദൈവ പൈതലേ, പ്രൈസ് ദി ലോർഡ്. ദൈവം നമുക്ക് വേണ്ടി ചെയ്യുമ്പോഴേ ആമേൻ, ദൈവത്തിന്റെ വലിയ മഹത്വം വെളിപ്പെടും. ഇന്ന് രാത്രി ഒരു രക്ഷകനായ ഇബ്താഹിനെ ദൈവം എണീപ്പിച്ചു. ഹല്ലേലൂയ. ഇബ്താഹൻ രക്ഷകനായി ജനത്തിന്റെ നടുവിൽ ദൈവം എണീപ്പിച്ചു നിർത്തിയതുപോലെ ഇന്ന് രാത്രി ദൈവം ചിലരെ ദൈവാത്മാവ് എണീപ്പിച്ചു നിർത്തുന്ന രാത്രിയാ. ഒരു രക്ഷകനായി നിനക്കും നിന്റെ കുടുംബത്തിനും തലമുറയ്ക്കും നിന്റെ ഉപജീവന വഴിക്കും നിന്റെ യാത്രകളിലും പ്രൈസ് ദി ലോർഡ് നിന്റെ സകല കാര്യാദികൾക്കും ഒരു രക്ഷകൻ ദൈവം എണീപ്പിച്ചു നിർത്തിയിരിക്കുന്ന നിന്റെ അടുത്ത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അടുത്തൊരു വാക്യത്തിലേക്ക് വരാമോ?
ആമേൻ. നെഹമ്യാ പ്രവാചകന്റെ പുസ്തകം, ആമേൻ, 9-ാമത്തെ അധ്യായം അതിൻ്റെ 27-ാമത്തെ വാക്യത്തിലേക്ക് വരാം. നെഹമ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാമത്തെ അധ്യായം അതിൻ്റെ 27-ാമത്തെ വേദാംശത്തിലേക്ക് വരാം. ഒന്ന് വായിക്കാമോ? 27-ാമത്തെ വാക്യം. കോപഹേതുക്കൾ ആകയാൽ നീ അവരെ അവരുടെ ശത്രുക്കളുടെ കയ്യിൽ ഏൽപ്പിച്ച് അവർ അവരെ പീഡിപ്പിച്ചു. അവരുടെ കഷ്ടകാലത്ത് അവർ നിന്നോട് നിലവിളിച്ചപ്പോൾ നീ സ്വർഗത്തിൽ നിന്ന് കേട്ട് നിന്റെ മഹാകരുണ നിമിത്തം അവർക്ക് രക്ഷകന്മാരെ കൊടുത്തു. അവർ അവരുടെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് അവരെ രക്ഷിച്ചു. അവിടെ രക്ഷകരെ അല്ല കൊടുത്തത്, രക്ഷകന്മാരെ കൊടുത്തു. ഒന്നിലധികം പേരെ ദൈവം അവിടെ ഇറക്കി. ഹല്ലേലൂയ. പണിയില്ല എന്ന് പറഞ്ഞിരിക്കുന്ന, ആമേൻ, അവരുടെ നടുവിൽ, ആമേൻ, സ്തോത്രം, നെഹമ്യാവിനെ ദൈവം നിർത്തിയെങ്കിൽ സർവ അധികാരവും കൊടുത്ത് ദൈവം നിർത്തി. ദൈവത്തിന്റെ പ്രവൃത്തി നെഹമ്യാവിൽ കൂടെ വെളിപ്പെടുത്തി. ഇന്ന് രാത്രി ദൈവ പൈതലേ, രക്ഷകന്മാരെ നിനക്ക് വേണ്ടി, ആമേൻ, ദൈവം സൃഷ്ടിച്ച് നീ പോലും അറിയാതെ പാത്തു വച്ചിട്ടുണ്ട്. നിനക്കൊരാവശ്യം വരുമ്പോൾ അത് മെമ്പറുടെ വേഷത്തിൽ വരും. ആമേൻ. നിനക്കൊരാവശ്യം വരുമ്പോൾ ഒരു ഓട്ടോ ഡ്രൈവറുടെ വേഷത്തിൽ വരും. നിനക്കൊരാവശ്യം വരുമ്പോൾ ഒരു ശുശ്രൂഷകന്റെ വേഷത്തിൽ വരും. നിനക്കൊരാവശ്യം വരുമ്പോൾ ഫുഡ് കൊണ്ടു കൊടുക്കുന്ന ഡെലിവറി ബോയിയുടെ ഒരു വേഷത്തിൽ വരും. ഇല്ലെങ്കിൽ എലിവേഷം കഴിച്ച ആ മാതാവ് മരിച്ചുപോയനെ. സ്തോത്രം. ഇന്ന് രാത്രി രക്ഷകനായി വരാൻ ഒരുത്തൻ ജഡാവതാരമെടുത്ത് ഈ ഭൂമിയിൽ വന്ന് 33.5 വയസ്സിൽ ഈ ഭൂമിയിൽ നിന്ന് അവൻ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും രക്ഷകന്മാരെ നിനക്കും എനിക്കും വേണ്ടി എണീപ്പിക്കുന്നെങ്കിൽ അതിന്റെ പരമപ്രധാനമായ രഹസ്യമെന്ന് പറഞ്ഞാൽ ഒരുത്തൻ സകലത്തിന്റെ മേലും അധികാരം സ്ഥാപിച്ചു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. വായിൽ വൈപ്പുവല്ലാത്ത എല്ലാവരും ഒരു സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. വൈപ്പുവല്ലാത്തവരെല്ലാവരും സ്തോത്രം പറഞ്ഞേ. അത്രേ പൊങ്ങു. ബാക്കിയെല്ലാം വൈപ്പുവല്ല. സ്തോത്രം. എല്ലാവരും ഡീക്കന്മാരും, ആമേ സ്തോത്രം, എല്ലാവരും, ആമേ സ്തോത്രം, മദറുമാരും അധ്യക്ഷന്മാരും എല്ലാവരും ഭയങ്കര, ആമേൻ, ശ്രേഷ്ഠ മഹാപുരോഹിതന്മാരും എല്ലാവരും, ആമേ പാസ്റ്റർമാരും ആയിപ്പോയി. അതുകൊണ്ട് കൈയൊന്നും പൊങ്ങത്തില്ല. കൈയൊക്കെ പൊക്കി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പൊക്കിക്കോ കർത്താവിൻ്റെ മുമ്പിൽ. കർത്താവ് പൊങ്ങിയ കരത്തെ പിടിച്ചിട്ടുള്ളൂ. അല്ലാതെ ഇത്ര പൊങ്ങുമെന്ന് പറഞ്ഞിരുന്നാൽ അവിടെ ഇരിക്കെ. അത്രയും പൊങ്ങിയാ മതിയെന്ന് ആരാ നിർബന്ധിക്കുന്നേ? കർത്താവിന്റെ മുമ്പിൽ കര ഉയർത്തി ദൈവത്തിന് സ്തോത്രം കൊടുക്ക്. രക്ഷകന്മാരെ നിന്റെ കുടുംബത്തിന് വേണ്ടി, നിന്റെ ഭർത്താവിന് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി ആയിരിക്കുന്ന രാജ്യത്ത് രക്ഷകന്മാരെ ഇറക്കാൻ, നിന്റെ മാതാവിന് വേണ്ടി, നിന്റെ പിതാവിന് വേണ്ടി, നിന്റെ സ്തോത്രം ആവശ്യങ്ങൾക്കധികം അപ്പുറം ചെയ്യാൻ എന്റെ കർത്താവ് രക്ഷകന്മാരെ ഇറക്കി. ഒന്നിലധികം പേരെ ഇറക്കിയില്ലേ ഏലിയാവിന്റെ മുൻപിൽ? എത്ര പേരെ ഇറക്കി ഏലിയാവിനെ? പറ. ഏലിയാവിന് എത്ര പേരെ രക്ഷകന്മാരെ ഇറക്കിയതാ? 7000 പേരെ. 1 2 അല്ല. ദൈവത്തിന് വേണ്ടി നിൽക്കുമ്പോൾ ചിലരെ ദൈവം എണീപ്പിക്കുമെന്ന് അധികാര ശുശ്രൂഷ കൊടുത്ത് എണീപ്പിക്കുമ്പോൾ ഒരു കാര്യം പറയാം, 1 2 പേരെ അല്ല, 7000 പേരെ. In the name of Jesus, 7000 പേരെ. രക്ഷകന്മാരെ ശബനപരകതുനി നിനക്ക് വേണ്ടി ഇന്ന് രാത്രി രക്ഷകന്മാരെ എണീപ്പിക്കാൻ പോകുകയാ. നിനക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി, നിന്റെ വാഹനത്തിന് വേണ്ടി, നിന്റെ ആവശ്യങ്ങൾക്ക് അപ്പുറം പ്രവർത്തിക്കാൻ രക്ഷകന്മാരെ ദൈവം എണീപ്പിക്കുന്ന രാത്രിയാണ് ഈ രാത്രി. രക്ഷകന്മാരെ, ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഒരു സൂമിലെ മീറ്റിംഗ് കയറിയപ്പോ, ആമേൻ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ആമേൻ, ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായത്തിന്റെ 7, 8 വായിക്കാൻ പറഞ്ഞു. നിങ്ങൾ വായിക്കണ്ട കേട്ടോ. ഇന്ന സിസ്റ്റർ വായിക്കാൻ പറഞ്ഞപ്പോ പറയാ, മാമ അമ്മ മീനെടുത്തോണ്ടിരിക്കുക. അമ്മ മീനെടുത്തോണ്ടിരിക്കുക. അപ്പൊ അവിടെ നിന്ന് പറയാ, മിണ്ടാതിരിയടാ. ആൾക്കാർ കണ്ടോണ്ടിരിക്കുക, 100 കണക്ക് ഡിവൈഡ്സ്. മിണ്ടാതിരിയടാ. അടുത്ത് ഒരു ആന്റി ചോദിച്ചു, എന്താ മോനെ മീന്? കാത്തി. അതിന് പറയാറിയില്ല, കാത്തി. എടാ നീ നാണം കെടുത്തോ? അപ്പൊ പറയാ, സിസ്റ്ററെ നിങ്ങളൊന്നും പറയണ്ട, നമ്മളെല്ലാവരും കേട്ടെന്ന്. ചുമ്മാതെ അവരെ പേര് പറഞ്ഞതാ.
അപ്പോൾ കൊച്ചു പറയാം മാമാ മാമാ മീനെടുത്തോണ്ടിരിക്കുക. ഇതിൻ്റെ കാര്യം ഡിവൈസ് ഓൺ ചെയ്തിരിക്കാത്തവരെല്ലാവരും മീനിനും ഇറച്ചിക്കും പരിപ്പോടെ കഴിച്ചുകൊണ്ടൊക്കെ ഇരിക്കട്ടെ, ഒരു കുഴപ്പമില്ലെന്നേ. ഇന്ന് രാത്രി എനിക്ക് മീറ്റിംഗ് ഉണ്ട്, അപ്പോഴും ഞാൻ ചോദിക്കും ഡിവൈസ് ഓൺ ചെയ്യാത്തവരോട് ഒരു വാക്യം, അത് അവർ ജമ്മത്ത് വായിക്കാത്ത വാക്യം ഞാൻ പറയൂ. സ്തോത്രം പറ. ഹല്ലേലൂയ. ഇതുവരെ ആ പുസ്തകം തുറന്നിട്ട് പോലുമില്ല, അതേ പറയൂ. ഹല്ലേലൂയ. അപ്പോഴും പറയും സാറേ ഞാൻ വായിച്ചാൽ മതിയോ? ഇത് 2023 മുതൽ അനുഭവിക്കുക. ഞാൻ വായിച്ചാൽ മതിയോ? കുളിച്ചോണ്ടിരിക്കുക. ഇരിക്കുന്ന ആൾക്കാരെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയല്ലേ? ഹല്ലേലൂയ. നടത്തിപ്പുകാർ കേട്ടുകൊണ്ടിരിക്കുകയല്ലേ? ഇന്ന് രാത്രി ദൈവ പൈതലേ, പരിശുദ്ധാത്മാവിൽ ആരെയും ബോധിപ്പിക്കാൻ നീ മീറ്റിംഗിന് കയറണ്ട. മാർക്ക് വയ്ക്കാൻ ഹാജർ ബുക്ക് ഇവിടെ ഇല്ല. നീയും ദൈവമായിട്ടൊരു ബന്ധമുണ്ടായി കയറ്. ആരെ പ്രീതിപ്പെടുത്താനാ ഇവിടെ പറയുന്ന? കേട്ടോ നിങ്ങൾ? ആകയാൽ നീ അവരുടെ ശത്രുക്കളുടെ കയ്യിൽ ഏൽപ്പിച്ചു. അവരെ പീഡിപ്പിച്ചു. അവരുടെ കഷ്ടകാലത്ത് അവർ നിന്നോട് നിലവിളിച്ചപ്പോൾ നീ സ്വർഗത്തിൽ നിന്ന്, ഇവിടെ നിന്നല്ല, പാക്കേജ് സ്വർഗത്തിലാ. അത് കേൾക്കണോ? അടുത്ത നമ്മുടെ ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നവർ തന്നെ, പേരൊന്നും പറയുന്നില്ല, ആ മോനെ ഇന്ന വാക്യം വായിലട. ഹക്കായി പ്രവാചന പുസ്തകം 2-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം. അപ്പോഴടുത്ത മറുപടി, അവൻ അപ്പുറത്ത് ചേമ്പ് എഴുതുകൊണ്ടിരിക്കുക പാസ്റ്റേ, പിന്നെ ഞാൻ വായിച്ചാൽ മതിയൊന്ന്. ആളുടെ പേര് പറയുന്നില്ല. സ്തോത്രം പറ. ഹല്ലേലൂയ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നീയും ഞാനും ഇരിക്കുന്ന ഇരിപ്പിടം അറിയുന്നൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. സ്വർഗത്തിൽ നിന്ന് കേട്ട് നിന്റെ മഹാകരുണ നിമിത്തം അവർക്ക് രക്ഷകന്മാരെ, ഇന്ന് രാത്രി ദൈവ പൈതലേ, രക്ഷകന്മാരെ ഇവിടെ നിന്നാണ് ഇറക്കിയത്. ഷാജി പാസ്റ്റാണ് ഇറക്കിയേ? ആണോ? മാത്യൂസ് പാസ്റ്റാണ് ഇറക്കിയേ? ആണോ? ഓമൻ സിസ്റ്റാണോ ഇറക്കിയേ? പ്രഭ സിസ്റ്റാണോ ഇറക്കിയത്? ലിൻഡ സിസ്റ്റാണോ ഇറക്കിയത്? സുബിനാണോ ഇറക്കിയത്? ഇതിനകത്തിരിക്കുന്ന ആരൊക്കെ ഇറക്കിയത്? റിജു ആണോ? സരിത സിസ്റ്റർ ആണോ? അച്ചു ആണോ? സ്തോത്രം. റിക്കിയാണോ ഇറക്കിയത്? ആരാ ഇറക്കിയത്? സ്വർഗത്തിലെ ദൈവം. സ്വർഗത്തിലെ ദൈവം ഇറക്കുന്നേ. ദൈവം ഇങ്ങോട്ട് എണീക്കാൻ തുടങ്ങിയാലേ ശത്രുക്കൾ എന്ത് ചെയ്യും? ചിതറിപ്പോകും. ഹല്ലേലൂയ. ശത്രുക്കളുടെ കയ്യിൽ നിന്ന് അവരെന്ത് ചെയ്തു? രക്ഷിച്ചു. രക്ഷകന്മാർ ഇറങ്ങിയാൽ രക്ഷിക്കാൻ ദൈവാത്മാവ് ഇന്ന് രാത്രി നിയോഗത്തോടെ ചിലരെ പുറത്ത് കൊണ്ടുവരുന്ന ദൈവം ഇന്ന് രാത്രി ഇതിനകത്തിരിപ്പുണ്ട്. നിനക്ക് വേണ്ടി രക്ഷകന്മാരെ ഇറക്കുന്ന ഒരു ദൈവം.